ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം 2 ബ്ലൗസുകൾ ഒരുമിച്ചിട്ട് വെട്ടി കാണിച്ചല്ലോ. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അതിലൊരു ബ്ലൗസ് എൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ കാണുക. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ടക്കിടാനാണ് പോകുന്നത്. അവിടുന്ന് ഈ സൈഡിൽ നിന്നും 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ ഒരു നോച്ച് ഇടുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓരോ ടക്ക് കൊടുക്കാം. അങ്ങനെ സമമായിട്ടിട്ടിട്ട് മുകളിലേക്കും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഒരു ടക്കിട്ട് കൊടുക്കുക. ഇങ്ങനെ നേർപ്പിച്ച് കൊണ്ടുവരണം. അപ്പുറത്തെ സൈഡിലും ടക്കിടാം. ആ നോച്ചിട്ട അവിടെയാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1/4 ഇഞ്ചിൽ അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ ഒരു തേര് വശം നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് അങ്ങോട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. എന്നിട്ട് പ്രസ് ചെയ്ത് അടിക്കണം. അതിനുശേഷം ഇതിങ്ങനെ അടിയിൽ വെച്ച് പിടിപ്പിക്കുക. ഇനി ഇത് പ്രസ് ചെയ്ത് അടിക്കണം. ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വെച്ച് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് നെക്ക് അടിക്കാനുള്ള ക്രോസ് പീസുകളെല്ലാം കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ട് ക്രോസ് പീസുകളൊക്കെ നമുക്ക് അടിച്ച് വെക്കാം. നേരത്തെ ചെയ്ത് വെക്കുന്നതാണ്. അതിനായിട്ട് ഇപ്പം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഇത് നമ്മൾ അതുമായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ച് ജോയിൻ ചെയ്യണം. ഇങ്ങനെ ഈ 2 സൈഡുകളും ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കും, ഇവിടെ കൊടുത്തിരിക്കും. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. എന്നാലേ നേരെ ഇരിക്കത്തുള്ളൂ. അതുപോലെ എല്ലാം ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്യുക. ഈ കൂടുതലുള്ള ഇങ്ങനെ കിടക്കുന്നതൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു പ്രഷർ അടി വീതിയിൽ വേണം ഇങ്ങനെ അടിക്കാൻ. പ്രഷർ അടി രണ്ടായിട്ട് മടക്കി അടിക്കുക. അത്രയും വീതിയിലായിരിക്കും നമ്മൾ കഴുത്ത് അടിച്ച് മറിക്കുന്നത്. ഒരേ ലെവലിൽ തന്നെ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. ഈ ഭാഗം വരെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വേണം മടക്കിയടിക്കാൻ. ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മടക്കിയടിക്കണം. അതിനുശേഷം നമ്മളിതൊരു 1/4 ഇഞ്ച് വീതിയിൽ 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ആ 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ അടിച്ചതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് നീക്കി ഇതുപോലെ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ടക്കിട്ട് വെച്ചിരിക്കുന്നത് 4.5 ഇഞ്ചിലും 1.5 ഇഞ്ച് ഇതിലും. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത പിച്ച് നീങ്ങി ഇവിടെ വരുന്നത്. അത് ഇങ്ങോട്ട് 1.5 ഇഞ്ച് ഇതിലാണ്. എന്നിട്ട് ഈ 4.5യും 1.5യും എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ സമമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരേപോലെ വരണം. എന്നിട്ട് നമ്മൾ 3 ഇഞ്ചല്ലേ മേളിലോട്ട് അടയാളപ്പെടുത്തിയത്, ആ 3 ഇഞ്ച് താഴത്തുനിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ടക്കിടേണ്ടത്. ഇവിടുന്ന് ഇവിടേക്ക് നമ്മളത് ടക്കിട്ട് വെക്കുക. ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഇതിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഒരു ടക്കിടുക. ഇതിങ്ങനെ ലെവൽ ചെയ്യുക. എന്നിട്ട് ഇവിടെ ആയിട്ട് വരും ടക്ക്. അപ്പം ഇവിടുന്ന് ഒരു 1.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അവിടുന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങോട്ടേക്ക് ഒരു ടക്കിടുക. അതിനുശേഷം ഈ മെയിൻ സ്ഥലത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈക്കുഴിയുടെ അവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ സമത്തിൽ ഇങ്ങനെ കൊണ്ടുവെക്കണം. കണ്ടോ, ഈ കൈക്കുഴിയുടെ അവിടെ ഇതും കൈക്കുഴിയുടെ അവിടെയായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൻ്റെ ടക്ക്. അപ്പോൾ ഇവിടെ നിന്നൊരു 2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു ടക്ക് കൂടി ഇടുക.
ഇനി നാലാമത്തെ ടക്കാണ് ഇടുന്നത്. അതും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ അറ്റത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ അവിടുന്ന് നമ്മളൊരു ടക്ക് ഇവിടോട്ട് ഇടുക. ഇവിടെ ഒരു 2.5 ഇഞ്ച് ആണ് ബാക്കിലേക്ക് എടുക്കേണ്ടത്. ഇവിടെ ഒരു ടക്ക് ഇടുക, അവിടെയും ഒരു 1/2 ഇഞ്ച്. അപ്പം നമുക്കൊരു വശത്തുള്ള കപ്പ് സൈസായി. കണ്ടോ, ഇങ്ങനെ ഇട്ടു. ഇതൊക്കെ ഒന്നിങ്ങനെ വരച്ച് നഖം കൊണ്ടിങ്ങനെ ലെവൽ ചെയ്യുമ്പോൾ പ്രസ് ചെയ്തിരിക്കും. ഇപ്പം ഒരു കപ്പായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശമാക്കാം. അപ്പോൾ ഇതിങ്ങനെയല്ലേ വെച്ചത്, അപ്പോൾ അപ്പുറത്തെ സൈസ് അടിക്കുമ്പോൾ ഇതിങ്ങോട്ട് വെച്ചത് കൊണ്ട് നമ്മളിത് ഇങ്ങോട്ട് വെക്കണം. ഇത് ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് അവിടുന്ന് 4.5 മാർക്ക് ചെയ്യുക. 4.5 മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 4.5 മാർക്ക് ചെയ്തിട്ട് 4.5യുടെ അവിടുന്ന് ഒരു 1.5 മാർക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ സെയിം. അതിനുശേഷം ആ 4.5യുടെ അവിടെ നിന്നും 1.5യുടെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് സമമായിട്ട് ഇവിടെ കണ്ടോ, സമമായിട്ട് ഇരിപ്പുണ്ട്. മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ 3 ഇഞ്ചാണ് ഇട്ടിരുന്നത്, അത് 3 ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതും കൂടി ഇങ്ങനെ ഒരു ടക്ക് ഇടുക. ഇങ്ങനെ ടക്കിട്ട് കണ്ടോ. അതിനുശേഷം അത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ ടക്ക് വിടുക. ഇങ്ങനെ സമമായിട്ട് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്പുറത്തെ ടക്ക് എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ സമമായിട്ട് വെക്കണം. നമുക്ക് എത്രയാണ് അവിടെ അടിച്ചാൽ അതേ വീതിക്ക് തന്നെ ഇവിടെ അടിക്കണം. ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് ഇവിടെയും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതുപോലെ തന്നെ അപ്പുറത്തെ വശവും കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഇതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ ടക്കും ഇതേപോലെ പിടിക്കുക. ഇതിന് ശേഷം ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് സമയമായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ഇങ്ങനെ അപ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ തന്നെ കിട്ടും. ഏറെയും കുറഞ്ഞ് നിൽക്കാതെ ഒരേപോലെ തന്നെ കിട്ടും. അപ്പോൾ 2 ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ബാൻഡ് പീസാണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ബാൻഡിന് വേണ്ടി ഇതേപോലത്തെ ഒരു 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല പീസ് വെക്കണം, നമുക്ക് വേണ്ട പീസ്. അതിൻ്റെ മുകളിലേക്ക് ഒരു താഴോട്ട് വരേണ്ട പീസ് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റത്തുകൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വീണ്ടും ഇപ്പോൾ ഇതിങ്ങനെ ഇത് ഏത് പീസാണ് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടുള്ള രീതിയിൽ വെക്കണം. അപ്പോൾ ഈ വീതി തന്നെ ഇങ്ങോട്ട് ആ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഈ വീതിയുള്ള സംഭവം തന്നെ ഇവിടെ വരണം. ആ രീതിയിൽ ഇങ്ങനെ കാലിൻ്റെ രീതിക്ക് ഇങ്ങനെ മടക്കി. അതിനുശേഷം ഈ സംഭവം ഇങ്ങോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്തടിക്കണം. അതിനുശേഷം ഇതിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക, സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ശേഷം ഈ സെയിമായിട്ട് ഇത് രണ്ടും ഒരേപോലെ തന്നെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ എക്സസ് ഉണ്ട്, അതിന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് വെച്ച് കട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ നോക്കുക, ഇതും സമമായിരിക്കണം. കണ്ടോ, സമം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് ജോയിൻ ചെയ്തെടുക്കാം. ഇതിങ്ങോട്ട് ഇവിടെ വരുമ്പോൾ ഇതിങ്ങോട്ട് ചരിച്ച് വെച്ച് കൊടുക്കണം. അതിലേക്ക് സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നേരെ കട്ട് ചെയ്തേക്കുക. നേരെ ആകണമെന്ന് നോക്കുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും
എന്നിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുക സമമാണോ എന്ന്. അപ്പോൾ ഇത് കണ്ടോ, സമമാണോ എന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് കിടക്കുന്നതാണ്ട ഇങ്ങോട്ട്. അപ്പോൾ ഇത് നേരെ അല്ല. അപ്പോൾ ഇത് നേരെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കഴുത്ത് ലൂസാവും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എത്ര ചരിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കിട്ടും. അതിങ്ങനെ നേരെ സ്ട്രെയിറ്റായിട്ട് വരക്കണം. അത് ലെവൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കഴുത്ത് ലൂസാവും. അത് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ലെവലാക്കാനുള്ളത് നേരെ കട്ട് ചെയ്ത് വിടുക. അത് ഇവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ടക്ക് തുടങ്ങിയിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടേക്കുക. എന്നിട്ട് നോക്കണം ഇനി ലെവലായിട്ടുണ്ടോ. ലെവലായില്ലേ കുറച്ചും കൂടി കട്ട് ചെയ്യാം. ഒരു കുഞ്ഞായിട്ട് കൂടെ കട്ട് ചെയ്താൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ സമം വെച്ചിട്ട് ഒരു കുഞ്ഞായിട്ട് കൂടെ കട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇപ്പോൾ ഇത് നോക്കുക, ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉക്സ് വടി പിടിപ്പിക്കണം. ഉക്സ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പീസിലാണ് നമ്മൾ ഉക്സ് പടി വെക്കേണ്ടത്. അതിനായിട്ട് ആ വീതി കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ അതെടുക്കണം. അതിന് തികഞ്ഞില്ല, അത് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആദ്യം ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ കിട്ടും. അത് ഇത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ നല്ല വശത്തുനിന്ന് മോശം വശത്തേക്കാണ് അടിക്കേണ്ടത്, പുറത്തു നിന്നും അകത്തേക്ക്. അപ്പോൾ ഈ തയ്യൽ തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന രീതി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അകത്തേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇച്ചിരി വീതി കൂടെ കുറച്ചേക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് അകത്തേക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു മടക്ക് മടക്കി രണ്ടാമത് അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അകത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് വിടുക. ഇനി നമുക്ക് മറ്റേ പീസ് എടുക്കാം. ഇത് അരിപ്പടി വെക്കാനുള്ളതാണ്, റൈറ്റ് സൈഡിലുള്ള പീസ്. അതിൻ്റെ മോശം വശത്തു കൂടിയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. മോശം വശത്ത് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് വേണം പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ കുറച്ച് താഴത്തേക്ക് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിനുശേഷം ഫ്രണ്ടിലേക്ക് നല്ല വശത്തേക്ക് വേണം നമ്മളിത് മറിച്ചിടാൻ. ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് കുഞ്ഞായിട്ട് മടക്കിയിട്ട് വീതിയിൽ പുറത്തേക്ക് മടക്കി വെക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുക. അതിന് നമ്മളിങ്ങനെ വെച്ചിട്ട് കെട്ടിട്ട് വേണം ബാക്കിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ, അതായത് ഉക്സ് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഉക്സ് നടുക്ക്, ഇതിൻ്റെ നടുക്ക് ഒരെണ്ണം ഇത് ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം മുകളിൽ, അങ്ങനെ 5 ഉക്സ്. കുറച്ച് ഏറ്റവും മേളിൽ കുറച്ച് താത്തി വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. കാരണം അവിടെ നെക്ക് വരുമ്പോൾ അത് മൂടി പോകും അല്ലെങ്കിൽ. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൂടെ ഒരു സ്റ്റിച്ച് ചെയ്തേക്കണം, ഒരു ബലത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് കട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് വിടുക. ഇനി ഇത് തമ്മിൽ സമമാണോ എന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ സമം അല്ലെങ്കിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുക. ഞാൻ സമമായിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ടൊക്കെ നേരെ വെച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ നിന്നല്ലേ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യണം. ഇപ്പുറത്തൊന്നും ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ റൗണ്ട് ക്ലിയർ ആക്കി കൊടുക്കണം. ഇനി നോക്കണം സമമാണോ എന്ന്, അല്ലെങ്കിൽ ഒന്നും കൂടി കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് സമമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസിലേക്ക് നമുക്കിത് ജോയിൻ ചെയ്യണം. ഫ്രണ്ട് പീസ് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഇങ്ങനെ സമമായിട്ടിടുക. എന്നിട്ട് ഏറ്റവും മുകളിൽ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് 1.1 മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുമ്പായിട്ട്
ഇതിങ്ങനെ നേരെ വെച്ചിട്ട് ഈ തയ്യൽ തുമ്പോൾ ബാക്ക് പീസിലേക്ക് തിരിച്ച് വെക്കണം. എന്നിട്ട് ഇങ്ങനെ കൂടുതലായിട്ടുള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ക്രോസ് പീസുകളില്ലേ, അതെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക. നല്ല വശത്ത് ഇങ്ങനെ 1/4 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടില്ലേ, ആ വീതിക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ കഴുത്തൊക്കെ ലൂസായി നമുക്ക് പ്രശ്നമാകും. വലിക്കരുത്, മുകളിലും വലിക്കരുത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എക്സസൈസൊക്കെ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. ഇനി നമുക്ക് ഇതിങ്ങനെ പതിച്ചടിക്കാം. ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പതിച്ചടിക്കാം. ഇത് കഴുത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലുമൊക്കെ എക്സസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ, ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇതുകൊണ്ട് ഇവിടെ ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് ഹെമ്മിങ് ചെയ്തെടുക്കുന്നത്. ഹെമ്മിങ്ങാണ്. ഇനി നമുക്ക് സ്ലീവുകൾ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്ലീവ്സ് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് നമ്മളിങ്ങനെ ടക്കിട്ട് വെച്ചിട്ടുണ്ട്, ഒരു നോച്ചിട്ട് വെച്ചായിരുന്നല്ലോ, അവിടെ അത് തന്നെ ഫ്രണ്ട് പീസിൽ വരണം. അങ്ങനെ നമ്മൾ നടുക്കുന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കുഴിച്ച് വെട്ടിയത് ഫ്രണ്ട് പീസിൽ വന്നിട്ട് നമ്മൾ നടുക്കുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. വലിക്കരുത്, കൈ ഒരു കാരണവശാലും വലിക്കരുത്. ഞാൻ വലിക്കുന്നൊന്നുമില്ല, സോഫ്റ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും നടുക്കുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കേണ്ടതാണ് കൈക്ക്. ഇനി ഇങ്ങനെ അപ്പുറത്തേക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടിയ ഭാഗത്ത് വേണം കൈ ഫ്രണ്ട് ജോയിൻ ചെയ്യാനായിട്ട്. നമ്മളിവിടെ നോച്ചിട്ട് വെച്ചായിരുന്നു, ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. ഇത് നോച്ചിൻ്റെ അവിടെ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആണ്. ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് 2 സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂട്ടിയടിക്കാം. അപ്പോൾ ഈ കൈകൾ രണ്ടും ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് കുഴികൾ ഒരുമിച്ച് വരത്തക്ക വിധം വെക്കണം. എന്നിട്ട് സ്ലീവ് ഇങ്ങനെ എത്ര നമ്മൾ മടക്കാനിട്ടിട്ടുണ്ട് എന്നറിയാൻ പറ്റും. മടക്കി വെച്ചിട്ട് കൈക്കുഴിയും കൂടെ സമമാക്കി വെക്കണം. എന്നിട്ട് ഇവിടുന്ന് അറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതിങ്ങോട്ട് അകത്തേക്ക് വെച്ചിട്ട് സമമായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ സെയിം അപ്പുറത്തെ വശവും നമ്മൾ കൈ അങ്ങോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അറ്റത്ത് കൂടി. ഇനി നമുക്ക് കറക്റ്റ് അളവുകൾ മാർക്ക് ചെയ്യാം. കൈയുടെ വണ്ണം 6.25 ആയിരുന്നു. ആ 6.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പുറത്തെ കൈയിലും 6.25 മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പുറത്തെ വശത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നീക്കി ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ അപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മളിവിടെ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. എന്നിട്ട് നമുക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ 38 അരയാണോ ഉള്ളതെന്ന് നമ്മൾ നോക്കണം. അതിന് നമ്മൾ ഈ അയ്പ്പടി അളക്കരുത്, അയ്പ്പടിയുടെ ഇപ്പുറത്ത് വെച്ചാണ് അളക്കേണ്ടത്. അപ്പോൾ ഇത് 39 ഉണ്ട്, അപ്പോൾ 1/2 ഇഞ്ച് കൂടുതലാണ്. അപ്പോൾ ആ 1/2 ഇഞ്ചിൽ നമ്മൾ 4 ഇഞ്ച് വെച്ച് അപ്പുറവും ഇപ്പുറവും കൂടി ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നേരെ അടിച്ചു പോകണം. വളവുകളൊക്കെ മാറ്റി ഇനി നമുക്കത് അളന്ന് നോക്കാം. അയ്പ്പടിയുടെ ഇപ്പുറം വരെ മാത്രമേ അളക്കാവുള്ളൂ, അയ്പ്പടി അളക്കരുത്. ഇപ്പം നമുക്ക് 38 ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പുറത്ത് കൂടി 2 അടി കൂടി അങ്ങനെ അടിച്ചു വിട്ടാൽ മതി. ഈ 2 സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇപ്പുറത്തും അതുപോലെ തന്നെ ഓരോ സ്റ്റിച്ച് കൂടെ കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് ഫിനിഷ് ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ നേരെ ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി. സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യമൊക്കെ കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതിപ്പോൾ ഹെമ്മിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫിനിഷിങ് കാണിക്കുന്നതാണ്.